എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 39ഉം 40ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 39ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 40ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് രുക്മിണി ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തിൽ നോക്കിയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയെ പ്രാപിച്ചു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. നമുക്കാദ്യം 39ാമത്തെ ശ്ലോകം നോക്കാം. മനോഹരാം ത്വത്പ്രതിയാതനാം താം സചേതനാം കർത്തുമിവോദ്യതാസ നിവേശ്യതത്രൈവ മനോജ്ഞ സ്വയം തു ചിത്രേ ലിഖിതേവ തസ്ഥൗ. നമുക്കാദ്യം പദച്ഛേദം ചെയ്യാം. മനോഹരാം ത്വത്പ്രതിയാതനാം താം സചേതനാം കർത്തും ഇവ ഉദ്യത സാ നിവേശ്യ തത്ര ഏവ മനഃ മനോജ്ഞ സ്വയം തു ചിത്രേ ലിഖിത ഇവ തസ്ഥൗ. ഇവിടെ വളരെ ഭംഗിയായിട്ട് രുക്മിണിയുടെ ആ സ്തബ്ധമായിട്ടുള്ള ഭാവത്തിനെയാണ് കവി വർണ്ണിക്കുന്നത്. സാ മനോജ്ഞ, ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി രുക്മിണി, മനോഹരാം താം ത്വത്പ്രതിയാതനാം സചേതനാം കർത്തും ഇവ. മനോഹരാം ത്വത്പ്രതിയാതനാം, മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുള്ള ആ ചിത്രം, അതാണ് ത്വത്പ്രതിയാതനാം. താം ത്വത്പ്രതിയാതനാം, അങ്ങനെയുള്ള അങ്ങയുടെ ആ ചിത്രത്തെ സചേതനാം കർത്തുമിവ, അല്ലെങ്കിൽ സചേതനാമിവ കർത്തും, ചൈതന്യമുള്ളതാക്കി തീർക്കാൻ എന്ന മട്ടിലാണ്. അതായത് രുക്മിണി വിചാരിക്കുന്നത് ഇതിലേക്ക് നോക്കി നിന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആ രൂപത്തിന് ജീവൻ വയ്ക്കും എന്നായിരിക്കാം. അതാണ് എന്ന് കവി പറയാണ്. അതിനു വേണ്ടിയിട്ടാണ് രുക്മിണി പരിശ്രമിച്ചത്. അപ്പോൾ ഇവിടെ പറയാണ്, ആ ചിത്രത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തിൽ തന്നെ ശ്രദ്ധ മുഴുവനും പതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു രുക്മിണി. എന്നിട്ട് അതാണ് സചേതനാമിവ കർത്തും ഉദ്യത, അതിനു വേണ്ടിയിട്ടാണ് ചൈതന്യമുള്ളതാക്കാൻ. അതായത് ആ രൂപം ഭിത്തിയിൽ വരച്ചു വച്ചിരിക്കുന്നതായ ഒരു ചിത്രം മാത്രമാണ്, അത് മാത്രമേ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അതിലേക്ക് നോക്കി നോക്കി ആ രൂപത്തിൽ നിന്ന് ആളെ ജീവനോടുകൂടി ഉണ്ടാക്കാനാണ് എന്ന് തോന്നും വിധം സചേതനാം ഇവ കർത്തും ഉദ്യത, അതിനു വേണ്ടിയിട്ട് പുറപ്പെട്ടവളായ ആ രുക്മിണി തത്ര ഇവ, ആ ആളിൽ തന്നെ നിവേശ്യ, മനസ്സിനെ നിവേശിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അവിടെ നിന്ന് ഒരടി പോലും മാറിയില്ല. ആ ചിത്രത്തിൽ തന്നെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് നേരം കളഞ്ഞു. സ്വയം തു ചിത്രേ ലിഖിത ഇവ തസ്ഥൗ. അങ്ങനെ അനങ്ങാതെ നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൾ തന്നെത്താൻ, രുക്മിണി തന്നെ സ്വയം ചിത്രേ ലിഖിത ഇവ തസ്ഥൗ, ചിത്രത്തിൽ വരച്ചു വച്ചതുപോലെ അവളായി. അതായത് രുക്മിണി വിചാരിച്ചത് ഇങ്ങനെ നോക്കി നിന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ചിത്രത്തിന് ജീവൻ വയ്ക്കുമോ എന്നായിരിക്കും. പക്ഷേ അങ്ങനെ നോക്കി നിന്ന രുക്മിണി എന്തായി തീർന്നു? ഒരു ചിത്രമായി തീർന്നു, അല്ലെങ്കിൽ ഒരു പ്രതിമയായി തീർന്നു എന്ന് കവി വളരെ രസകരമായിട്ട് വർണ്ണിക്കുകയാണ്. മറ്റൊരാളെ മാറ്റാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മാറിയത് അവരവർ തന്നെയാണ്. ഭഗവാന്റെ സ്വാധീനമാണ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ ഭക്തന്മാരോടുള്ള ആ ഒരു തന്നിലേക്ക് ആകർഷിക്കാനും തൻ്റെ പോലെയാക്കാനുമുള്ളതായ ഭഗവാന്റെ കഴിവ്. താൻ ഒരു ചിത്രമാണെങ്കിൽ തന്നെ പ്രേമിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ചിത്രമായാൽ മതി എന്നൊരു മട്ട്, അതാണ് ഇവിടെ രുക്മിണിക്ക് സംഭവിച്ചത്. ഭഗവാൻ ഒരു ചിത്രമായിട്ടാണ് രുക്മിണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ രുക്മിണി അപ്പോൾ ഒരു ചിത്രമായി മാറി, അല്ലെങ്കിൽ ഒരു ശില്പമായി മാറുകയാണ് ഉണ്ടായത്. അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട്, അത്രയും അവധാനതയോട് കൂടിയിട്ട് രുക്മിണി ആ ചിത്രത്തെ തന്നെ നോക്കി നിന്നു എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 40ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തസ്യാഹ മനസ്ത്വത്പ്രവണം വിദിത്വാ പിതാ ച മാതാ ച ധൃതപ്രമോദൗ ധന്യാസി ഭദ്രേ പിതരോദ്യതൃപ്താ പുണ്യം കുലം ചേദിന നന്ദദുസ്തൗ. അച്ഛനമ്മമാരുടെ മനോഭാവമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തസ്യാഹ മനഃ ത്വത്പ്രവണം വിദിത്വാ പിതാ ച മാതാ ച ധൃതപ്രമോദൗ ധന്യാ അസി ഭദ്രേ പിതരഃ അദ്യ തൃപ്താഃ പുണ്യം കുലം
ച ഇതി നനന്ദതു തൗ. ഇങ്ങനെ ഒരു ശില്പം പോലെ നിന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് അച്ഛനമ്മമാരാണ്. അവരെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. തസ്യാഹ മനഃ ത്വത്പ്രവണം വിദിത്വ. അവളുടെ, തസ്യാഹ രുക്മിണിയുടെ, മനസ്സ്, ത്വത്പ്രവണം അങ്ങയിൽ നിബദ്ധമായി, അങ്ങയുമായിട്ടുള്ള ആ ബന്ധത്തിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ത്വത്പ്രവണം വിദിത്വ ധൃതപ്രമോദൗ പിതാച മാതാച. ഏറ്റവും അധികം സന്തോഷിച്ചവരായ അച്ഛനമ്മമാർ, അതാണ് ധൃതപ്രമോദൗ, പ്രമോദം ധരിച്ചവരായ. അവർക്കായിരുന്നു ഏറ്റവും വിഷമം. ഇവളുടെ വിവാഹം നടക്കുന്നില്ല, രൂപത്തിനും വയസ്സിനും ഗുണങ്ങൾക്കുമൊന്നും ചേർന്ന ഒരാളെ കിട്ടണില്ല എന്നുള്ള ദുഃഖങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അവർക്ക് പെട്ടെന്ന് മാറിപ്പോയി. ഇവൾ ഈ ശില്പം പോലെ ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അച്ഛനമ്മമാരെ ഏറ്റവും അധികം സന്തോഷിച്ചു. പിതാച മാതാച, അവർ രണ്ടുപേരും എന്താ പറഞ്ഞത്? ഭദ്രേ അദ്യ ധന്യ അസി. ഭദ്രേ, ഏറ്റവും മംഗളകാരിണിയായിട്ടുള്ള രുക്മിണി, അദ്യ, ഇന്ന് നീ ധന്യയായിത്തീർന്നു. ധന്യ അസി, അതായത് നീ തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ. രുക്മിണിക്ക് അത്രയ്ക്ക് അറിയുണ്ടാവില്ലെങ്കിലും അച്ഛനമ്മമാർക്കൊക്കെ ആളെ നല്ലോണം അറിയാം. രുക്മിണിക്ക് അറിയോ അറിയില്ലേ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നീ ഈ ആളെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിനക്ക് ഏറ്റവും വലിയ ഭാഗ്യം കൈവന്നിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതാണ് ധന്യ അസി എന്നിങ്ങനെ പറയുകയാണ് ചെയ്തത് അച്ഛനമ്മമാർ. എന്നിട്ട് അവരുടെ ഒരു ഭാഗ്യം കൂടി പറയാണ്. പിതരഹ തൃപ്താഹ, നിൻ്റെ പിതൃക്കൾ, അച്ഛനമ്മമാർ മാത്രമൊന്നുമല്ല, അതിനു മുമ്പേ ഉള്ളതായ ഈ വംശത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും തൃപ്തരായിട്ടുണ്ടാവും. കുലം ച പുണ്യം ഇതി തൗ നനന്ദതു. നമ്മുടെ കുലം തന്നെ ഏറ്റവും പുണ്യമായിട്ടുള്ളതായി തീർന്നിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും നനന്ദതു, സന്തോഷിച്ചു, ഏറ്റവും അധികം ആനന്ദിച്ചു എന്നർത്ഥം. അത് ദ്വിവചന ക്രിയയാണ്. തൗ എന്ന് പറഞ്ഞാൽ പിതരൗ, അച്ഛനമ്മമാർ, നനന്ദതു, ഏറ്റവും അധികം സന്തോഷിച്ചു. അപ്പോൾ ഒരാളിൽ മനസ്സുടക്കി എന്ന് മനസ്സിലാക്കിയപ്പോൾ, രുക്മിണിക്ക് ഒരാളെ ഇഷ്ടമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് അച്ഛനമ്മമാരായിരുന്നു. അച്ഛനമ്മമാർക്ക് ആരെ കണ്ടിട്ടാണോ രുക്മിണിക്ക് ഇഷ്ടമായത് എന്നുള്ളത് ഓർത്തിട്ട് കൂടി കുറേയധികം സന്തോഷമായി. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ഈ ഒരാളെ രുക്മിണിക്ക് ഇഷ്ടം തോന്നാൻ. മാത്രമല്ല നമ്മുടെ കുലവും നമ്മുടെ പിതൃക്കളും എല്ലാവരും തന്നെ രാജ്യവുമൊക്കെ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ നമ്മുടെ മകൾക്ക് ഇഷ്ടമായത് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സുകുമാര കവിയുടെ വർണ്ണന വ്യത്യാസമുള്ളൊരു ശൈലിയിലാണ്. ഭാഗവതത്തിലും നാരായണീയത്തിലും ഒന്നും പറഞ്ഞു വച്ച രീതിയിലല്ല രുക്മിണിയുമായിട്ടുള്ള, അല്ലെങ്കിൽ രുക്മിണിക്ക് ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഇഷ്ടത്തെ പറ്റി വർണ്ണിച്ചു തുടങ്ങിയത്. രുക്മിണി ദ്വാരകയിലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കണത് തന്നെ വ്യത്യാസമുള്ള രീതിയിലാണ്. അതായത് രുക്മിണിയാണ് പറഞ്ഞയക്കണത്. രുക്മിണിക്ക് തൻ്റെ ഇഷ്ടം ശ്രീകൃഷ്ണനെ അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ദൂതനായിരുന്നു ബ്രാഹ്മണൻ. അവിടെ അച്ഛനമ്മമാർക്കും ഒന്നും പങ്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ശ്രീകൃഷ്ണനെ ഇഷ്ടമായി എന്നുള്ളത് അച്ഛനമ്മമാർക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അവിടെ ബ്രാഹ്മണനെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു വിടുന്നൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ പറയണത്. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈ എന്ന് തുടങ്ങുന്നൊരു ശ്ലോകം. ഹേ ഭുവനസുന്ദര, ലോകൈക സുന്ദരനായിട്ടുള്ള ഹേ ശ്രീകൃഷ്ണ, അങ്ങയെ പറ്റിയിട്ട് ഉള്ള കഥകൾ ഞാൻ എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ജനിച്ച് ഒരു അറിവ് വെച്ച കാലം മുതൽക്ക് തന്നെ ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള വീരഗാഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അനംഗതാപം വർദ്ധിച്ചു. ശരീരത്തിൽ മനസ്സിലൊക്കെ എപ്പോഴും ശ്രീകൃഷ്ണൻ മാത്രമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു കത്തും കൊണ്ടാണ് ബ്രാഹ്മണൻ അവിടേക്ക് പോണത്. എന്നിട്ട് ബ്രാഹ്മണൻ തന്നെയാണ് ആ കത്ത് വായിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും ഇവിടെ സുകുമാരകവി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണ് പറഞ്ഞയക്കണതെന്നും അവിടേക്കൊക്കെ വരണേ ഉള്ളൂ. എങ്കിലും വളരെ രഹസ്യമായിട്ട് ആയിരുന്നു രുക്മിണിക്ക് ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം എന്നുള്ളതല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രുക്മിണി ആ ചിത്രത്തിലേക്ക് നോക്കി നിന്നതും രുക്മിണിക്ക് പ്രണയം തോന്നിയതുമൊക്കെ. അങ്ങനെ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ശ്രീകൃഷ്ണവിലാസത്തിൽ സുകുമാരകവി കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി എങ്ങനെയാണ് ബ്രാഹ്മണനെ പറഞ്ഞയച്ചത് എന്നുള്ളതിലൊക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മനോഹരാം ത്വത്പ്രതിയാതനാം താം സചേതനാം കർത്തുമിവോദ്യതാസ നിവേശ്യ തത്രൈവ മനോജ്ഞാ സ്വയം തു ചിത്രേ ലിഖിതേവ തസ്ഥൗ തസ്യാ മനസ്ത്വത്പ്രവണം വിദിത്വാ പിതാ ച മാതാ ച ധൃതപ്രമോദൗ ധന്യാസി ഭദ്രേ പിതരോദ്യതൃപ്താഃ പുണ്യം കുലം ചേതി നന്ദതുസ്തൗ. അങ്ങനെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.